അടുത്ത ഒരു പാട്ട് അപ്പച്ചൻ ഭയങ്കര, അതായത് പൊതുലോകത്തോട് ജാതി സംഘടനകളായിട്ട് പിരിയുന്ന സമയമുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ നേരത്തെ പള്ളിക്കാരുടെ വീടുകളിൽ അടിമകളായിട്ടിരുന്ന സമയമാണ്. അവരത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ ഇത് കിട്ടി നമുക്ക് സംവരണമൊക്കെ ആയ ശേഷം എല്ലാവരും ഹിന്ദു മതത്തിലേക്ക് ചേരണമെന്ന് പറഞ്ഞു. ഹിന്ദു മതത്തിൽ ചേരണമെങ്കിൽ നമ്മൾ ചേരമരാകണം, അല്ലെങ്കിൽ നമ്മൾ സാമ്പോരാകണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു സമയത്ത് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്ന സാറുണ്ട്. അദ്ദേഹം ഈ ചേരമ മഹാസഭ സ്ഥാപിക്കുന്ന സമയമാണ്. അന്ന് അപ്പച്ചനെയും കൂടി വേദിയിലേക്ക് സംസാരിക്കാൻ വിളിച്ചു. ആ വേദിയിൽ വെച്ച് അപ്പച്ചൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിങ്ങനെ പല ജാതികളായിട്ട് കൂടിയിട്ട് കാര്യമില്ല, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം ഒരു പാട്ടിലൂടെ അപ്പച്ചൻ പറയുന്നുണ്ട്. ആ പാട്ടാണ് നമ്മൾ അടുത്തവട്ട് പാടാൻ പോകുന്നത്. അപ്പം എല്ലാവരെയും സപ്പോർട്ട് ഈ പാട്ടിന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അവസാന പാട്ടാണ്. എല്ലാവരും കൂടി പാടണം എന്ന് കൂടി അറിയിക്കുകയാണ്. പാടാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം എന്നറിയിക്കണം. ഓക്കെ, റെഡിയല്ലേ? മാറുമോ ഈ ധരതന്നിൽ ഇതിനൊരു ശുഭം വരുമോ? ഉറവരെല്ലാരും കൂടി സിദ്ധനരായല്ല ഉറവന്റെ കുറവീരുമോ ഈ ധരതന്നിൽ ഇതിനൊരു ശുഭം വരുമോ? അടിമമറപ്പതാകുമോ ഈ ധരതന്നിൽ അടിമമറപ്പതാകുമോ? 1000-ലധികം വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമമറപ്പതാകുമോ ഈ ധരതന്നിൽ അടിമമറപ്പതാകുമോ? നാളെയെ വിൽക്കും പോലെ നമ്മുടെ വിറകളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പ
അടിമ മറപ്പതാകുമോ? വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതാമോ? അടിമ മറപ്പതാകുമോ? സാധനെ ഒരിടത്തും മാതാവനൊരിടത്തും ആദരായതും മറപ്പതാമോ? അടിമ മറപ്പതാമോ? സാധനെ ഒരിടത്തും മാതാവനൊരിടത്തും കുട്ടികളാദരായതും മറപ്പതാമോ? അടിമ മറപ്പതാമോ? എല്ലാവരുടെ കൂടി ഒന്ന് ഒരു 4 വരി കൂടെ നമുക്ക് തീർക്കാം. അപ്പോൾ എല്ലാവരുടെ കൂടി ഒന്ന് പാടാം. വിൽക്കുകിൽ വിലയ്ക്ക് മാറുമെന്നാണ് അടുത്ത ലൈന്. അപ്പോൾ എല്ലാവരുടെ കൂടി ഒറ്റ പ്രാവശ്യം. എട്ടും കൂട്ടടക്കി വിറ്റ മറപ്പതാമോ? ഏതും മറപ്പതാകുമോ? വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. എട്ടും കൂട്ടടക്കി വിറ്റ മറപ്പതാമോ? അടിമ മറപ്പതാകുമോ? കാളയോടും പോത്തിനോടും ഇണചേർത്ത് കൂട്ടിക്കെട്ടി വയലുകൾ ഉഴുതിടുമ്പോ എൻ ദൈവമേ ജീവൻ വെടിഞ്ഞു പോയ. കാളയോടും പോത്തിനോടും ഇണചേർത്ത് കൂട്ടിക്കെട്ടി വയലുകൾ ഉഴുതിടുമ്പോ എൻ ദൈവമേ ജീവൻ വെടിഞ്ഞു പോയ. താങ്ക് യു. എനിക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ മറന്നു. അത് പെട്ടെന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ രാജീവ് എരുമത്തല നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ ഇത് മാർട്ടിൻ കോട്ടയം ഒരു പ്രൊഫഷണൽ സിംഗറാണ്. അതുപോലെ തന്നെ ബേസ് ഗിറ്റാർ വായിക്കുന്നത് നമ്മുടെ അലൻ, നമ്മുടെ തൊട്ടടുത്തുള്ള മാമൂടുള്ള ആളാണ് അലൻ. നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും ഇവിടെ ബേസ് ഗിറ്റാർ വായിക്കുന്ന ആളാണ്. അലൻ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ലീഡ് ഗിറ്റാർ വായിക്കുന്നത് ലിബിൻ സിബി, പുനലൂരാണ് താമസിക്കുന്നത്. നമ്മുടെ ഉറ്റ സുഹൃത്താണ്. അതുപോലെ തന്നെ ബിജിത്ത് മല്ലപ്പള്ളി, പുള്ളി നമ്മൾ ചക്കു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് പെട്ടെന്ന് കിട്ടാവുക. അപ്പോൾ ബിജിത്ത് മല്ലപ്പള്ളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ് അനിറ്റ് ആണ്. അനിറ്റ് പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ആളാണ്. നമ്മുടെ DD മലയാളം ചാനൽ, അതുപോലെ കൊച്ചി TV, അതുപോലെ ഒരുപാട് ചാനലുകൾ വായിക്കുന്ന ആളാണ് അനിറ്റ്. അപ്പം ഞാൻ കരീബിയൻസ് എന്ന് പറയുന്ന ബാൻഡുണ്ട്. അപ്പോൾ ബാൻഡിൻ്റെ ഒരു ക്രൂ ആണിത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊയ്കപ്പട എന്ന പേരിൽ ഒരു കൊയ്യലപ്പച്ചൻ്റെ പാട്ടെല്ലാം കൂടി എടുത്ത് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കൈയടി. ഓക്കെ, എല്ലാവർക്കും വളരെ നല്ല ഒരു കുംഭം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ.